എങ്ങനെയാണ് ബൾക്കായിട്ട് വാട്സപ്പിൽ മെസ്സേജസ് അയക്കുക, അതേപോലെ തന്നെ എങ്ങനെയാണ് ഗൂഗിളിൻ്റെ സെർച്ച് എഞ്ചിന് കോണ്ടാക്ട് നമ്പറുകൾ എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിൽ ചെയ്യേണ്ട വെച്ചാൽ ഫസ്റ്റില് RB ടൂൾ, RB ഇമെയിൽ സ്റ്റുഡിയോ എന്ന് പറയുന്ന സാധനം അത് ഓപ്പൺ ചെയ്യും. അതെ, ഓക്കെ. ഡബിൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡബിൾ ക്ലിക്ക് ചെയ്തോ? ഓക്കെ. അപ്പൊ ഒരു വിൻഡോ വരും. ഇതിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻസ്റ്റാ പേജിൽ നിന്ന് എടുക്കാൻ പറ്റും, ഇതിൽ നിന്ന് എടുക്കാൻ പറ്റും, ടിക്ടോക്ക് സോഷ്യൽ മീഡിയ പേജസ് എടുക്കാൻ പറ്റും. നമുക്ക് ഏറ്റവും കൂടുതൽ എല്ലാം ഓൾമോസ്റ്റ് എല്ലാം ഉണ്ടാവുന്ന വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രാക്ട് ഇമെയിൽ ഫ്രം ഗൂഗിൾ മാപ്സ് അതിൽ കൊടുക്കും. അതിന്റെ താഴത്ത് അതിൽ ഇൻസ്റ്റ നമുക്ക് കോൺടാക്ട് നമ്പർ എടുക്കാൻ പറ്റും. താഴെ ഓരോ ഡീറ്റെയിൽസിലാണെന്നുള്ളത് അതിൽ നല്ല എടുക്കാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഗൂഗിൾ എന്നുള്ളത് ഡീറ്റെയിൽസ് എടുക്കുന്നതാണ് ഞാൻ പറഞ്ഞായിരുന്നത്. അപ്പൊ എക്സ്ട്രാക്ട് ഇമെയിൽ ഫ്രം ഗൂഗിൾ മാപ്പ് എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് വരിക. അപ്പൊ അതിൽ ആ ഗൂഗിൾ മാപ്പിലേക്ക് ക്ലിക്ക് ചെയ്യും. ഗൂഗിൾ മാപ്പ് എന്ന് പറയുന്നത് അതെ, യെസ്. അവിടെ എന്താണ് ഗൂഗിൾ നമ്മൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് പ്ലേറ്റിംഗ് എന്നുള്ളത് കൊടുക്കുക. ഇലക്ട്രോ പ്ലേറ്റിംഗ് കിട്ടോ, ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് കൊടുത്തോ. ഇലക്ട്രോ പ്ലേറ്റിംഗ് പ്ലേറ്റിംഗിന്റെ PLATTING അല്ലേ ഉണ്ട്? ഇങ്ങനെ കറക്റ്റ് ആണോ? ഒരു TA ഉള്ളൂ. ഓക്കെ. ലൊക്കേഷൻ നിങ്ങൾക്ക് UAE കൊടുക്കാം, ദുബായ് കൊടുക്കാം, അബുദാബി കൊടുക്കാം, ഷാർജ കൊടുക്കാം. ഇപ്പൊ നമുക്ക് UAE തന്നെ ഇരുന്നോട്ടെ, കുഴപ്പമില്ല. അപ്പൊ സ്റ്റാർട്ട് കൊടുക്കും. സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാല് ഇനി ഇങ്ങനെ അതിന്റെ ഇതിപ്പോ സെർച്ച് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇനി റിസൾട്ട് എടുക്കുക. റിസൾട്ടിലേക്ക് പോവാം. ഓക്കെ. അപ്പൊ അതിൽ നിങ്ങൾക്ക് ഇങ്ങനെ സെർച്ചിൽ ഓരോന്നോരോന്ന് വരുന്ന കാണുന്നില്ലേ? അത് ഫസ്റ്റില് വരുന്ന ഡീറ്റെയിൽസ് വെച്ചാൽ അവരുടെ മെയിൽ ID, രണ്ടാമത്തെ കമ്പനിയുടെ പേര്, മൂന്നാമത്തെ അവരുടെ ലൊക്കേഷൻ, നാലാമത്തെ അവർ കീവേഡ്സ് എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്, അഞ്ചാമത്തെ അവരുടെ ടൈറ്റിൽസ്, പിന്നെ ആറാമത്തത് അവരുടെ ഡിസ്ക്രിപ്ഷൻസ്, പിന്നെ ഏഴാമത്തെ അവരുടെ വെബ്സൈറ്റ്. എല്ലാ ഡീറ്റെയിൽസുകളും നമുക്കത് കറക്റ്റ് ആയിട്ട് കിട്ടും. മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ. അപ്പൊ അതിങ്ങനെ താഴത്തുള്ള നമ്പേഴ്സ് കാണുന്നുണ്ട്. റിസൾട്ട് ഫോണ്ട് 37 എന്നുള്ള പറഞ്ഞിട്ട് താഴത്ത് ഇപ്പോ എട്ടടിയിലേക്ക് വന്നു കഴിഞ്ഞാല് ആ റിസൾട്ട് കാണുന്നുണ്ടോ? എട്ടടിയിലേക്ക് വന്നു കഴിഞ്ഞാല് വരുന്ന ഓരോ റിസൾട്ടുകൾ കാണുന്നുണ്ട്. അപ്പൊ ഒന്നും ചെയ്യണ്ട, ക്ലിക്ക് ചെയ്യണ്ട, ഒന്നും ഞാൻ. അപ്പൊ 37 റിസൾട്ടുകൾ ഓൾറെഡി നിനക്ക് ഇപ്പം കിട്ടിക്കഴിഞ്ഞു. മനസ്സിലായല്ലേ? 37 മെയിലിൽ ഇത്രയും കാര്യങ്ങൾ ഒരു 5 മിനിറ്റ് കൊണ്ട് ഏകദേശം 5 മിനിറ്റ് കൊണ്ട് 2-3 മിനിറ്റ് കൊണ്ട് തന്നെ ഒരുപാട് കോണ്ടാക്റ്റുകൾ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസുകൾ കിട്ടും. മനസ്സിലായ? അപ്പൊ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് സെലക്ട് ചെയ്യാം. നേരെ ഇത്രയും 37 റിസൾട്ടുകൾ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. ഓക്കെ. ഇനി എന്താ വെച്ചാൽ എട്ടടിയിലേക്ക് സ്ക്രോൾ ചെയ്യും. എട്ടടിയിലേക്ക് പോവാം. എന്നിട്ട് അവിടുന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഷിഫ്റ്റ് അടിച്ചിട്ട് മേലോട്ടേക്ക് കയറ്റുക. അവിടുന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഷിഫ്റ്റ് അടിച്ചിട്ട് മൊത്തം മേലോട്ടേക്ക് പോട്ടെ. ഷിഫ്റ്റ് അടിച്ചിട്ട് മേലോട്ടേക്ക് മൊത്തം ഫുൾ സെലക്ട് ചെയ്തോളൂ. സെലക്ട് ഓൾ കൊടുക്കും. ഷിഫ്റ്റ് അടിച്ച് സെലക്ട് ഓൾ കൊടുത്തതിന് ഷിഫ്റ്റ് അടിച്ചിട്ട് ബാക്ക് മേലോട്ടേക്കാരുടെ ഇനിയിപ്പോ ഇൻഫോ ഒന്ന് അങ്ങോട്ടാണ് മേലോട്ടോ. ഒറ്റയടിയിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്യും. ഷിഫ്റ്റ് എടുത്തിട്ട് കേസർ എയറോ കേസർ അങ്ങോട്ടാക്ക് ക്ലോസ് ചെയ്ത് എന്തൊക്കെയാ ക്ലോസ് ചെയ്യും. ആടൊക്കെ എന്തിനാണ് കൊടുക്കുന്നത് എനിക്ക് മനസ്സിലാവില്ല. ഓക്കെ. ഷിഫ്റ്റ് അടിച്ചിട്ട് മൊത്തം സെലക്ട് ഓൾ കൊടുക്ക്. ഒറ്റൊന്ന് മാത്രം ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്യും. ഒന്നിന്റെ മേലെ മാത്രം ഷിഫ്റ്റ് വിട്. ഇനി ഷിഫ്റ്റ് അടിക്ക്. ഇനി കേസ് മൗസ് ഒഴിവാക്ക്. അതിന്റെ ഇതുണ്ടല്ലോ ടോപ്പിലേക്ക് അപ്പ് ആൻഡ് ഡൗൺ ആക്കുന്ന സാധനം. ഓക്കെ. അങ്ങനെ തന്നെ പോട്ടെ. ഓക്കെ. ഇനി അതെന്ന് വെച്ചാൽ Ctrl+C കോപ്പി കൊടുക്കുക. കോപ്പി കൊടുത്തിട്ട് ഇനി എക്സലിലേക്ക് ഉണ്ടോ. എന്നിട്ട് ന്യൂ കൊടുക്കുക.
എന്നിട്ട് അതിലേക്ക് പേസ്റ്റ് ചെയ്യും. ഓക്കെ, ഇനി ഏൻ്റെവും ആ നടുവിലുള്ള ഒരു സാധനം അല്ല, ആ മൊത്തം സെലക്ട് ചെയ്ത് കുറച്ച് ക്ലിക്ക് ചെയ്ത് വലുതാക്ക്. ആ ഒരു സ്ഥലത്ത് ക്ലിക്ക് ചെയ്ത് വലുതാക്ക്. യെസ്, പോരട്ടെ, അങ്ങനെ ആക്കണമെന്നില്ല. ഓക്കെ, വലുതാക്ക്. ലൈൻ സ്പേസ് കുറച്ച് കള, പഴയതുപോലെ തന്നെ ആയിരിക്കും. ഓക്കെ, ഓരോന്നോരോന്ന് ആവശ്യത്തിനനുസരിച്ച് നീട്ടിക്കോളൂ. ബി ഉണ്ട്, എ കഴിഞ്ഞിട്ട് ബി ഉണ്ട്. ബിയിൽ എന്താ ഉള്ളത് നോക്കുക, ഡിലീറ്റ് ചെയ്യും. സി ഡിലീറ്റ് ചെയ്യും. അപ്പൊ നമുക്ക് വേണ്ട സാധനങ്ങളായിട്ടുണ്ട്. മെയിൽ ഐ ഡി കിട്ടിയിട്ടുണ്ട്, അവരുടെ കമ്പനിയുടെ പേര് കിട്ടിയിട്ടുണ്ട്, ഇത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ബൾക്കായിട്ട് എങ്ങനെയാണ് പിന്നെ വാട്സപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അത് സെലക്ട് ചെയ്യുക, നമ്പേഴ്സുകൾ സെലക്ട് ചെയ്യുക. സിയിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, അങ്ങനെ കൺട്രോൾ കോപ്പി അടിക്കും. പിന്നെ പുതിയ പേജിലേക്ക് കൊണ്ടുപോവാം. ഇതവിടെ അത് സേവ് ചെയ്ത് വെക്കുക ആദ്യം, ഇലക്ട്രോ പ്ലേറ്റിംഗ് കമ്പനി, എന്നിട്ട് സേവ് ചെയ്ത് വെക്കുക. എവിടെ വേണോ കൊടുത്തോ. പിന്നീട് എന്നോട് ചോദിക്കരുത് എവിടെ സേവ് ചെയ്തതാണല്ലോ. ഓക്കെ, കോണ്ടാക്ട് നമ്പർ എന്നൊക്കെയാണ് കൊടുക്കേണ്ടത്. നിങ്ങളായിട്ട് കൺട്രോൾ സി കോപ്പി ചെയ്തിട്ട് കോപ്പി ചെയ്യും. എന്റെ പുതിയ പേജിലേക്ക് പോവാം. പുതിയൊരു ഷീറ്റിലേക്ക് പോയാൽ മതിയോ? മതി. പേസ്റ്റ് ഇപ്പറുള്ള ലെഫ്റ്റ് സൈഡിലുള്ള വിൻഡോ ഒക്കെ എന്തിനാണ് അതിലെടുത്ത് ഒഴിവാക്ക്. ലെഫ്റ്റ് സൈഡിലുള്ള പേജുകളൊക്കെ എന്തിനാണ് അത്? ലെഫ്റ്റ് സൈഡിലെ ഫയലുകളൊക്കെ ഡോക്യുമെന്റ് റിക്കവർ എന്ന് പറഞ്ഞിട്ടുള്ള ലെഫ്റ്റ് സൈഡിലെ ഫയലുകളൊക്കെ ഇല്ല, അതിലെടുത്ത് ഒഴിവാക്ക്. ആ, ഏറ്റവും അടിയിൽ പോയിട്ട് ക്ലോസ് ചെയ്ത് വെച്ച്. ഓക്കെ, എന്റെ അത് അടുത്ത പേജിലേക്ക് ഇടുക. ഓക്കെ, എന്നിട്ട് അത് കുറച്ച് വലുതാക്കുക. ഇനി അതിൽ വേണ്ട ചോരോന്നിന്റെ 055 എന്നുള്ള സ്ഥലത്ത് അവിടെ ക്ലിക്ക് ചെയ്യുക. എന്റെ മേലെ ഇത് എന്തിനാ ലൈൻ സ്പേസ് വലിക്കൂട്ടുന്നത്? അവിടെ ഓക്കെയാണത്. ഓക്കെ, ഇനി അതില് ഉള്ളിടത്തില് പിന്നെ റൈറ്റ് സൈഡിലേക്ക് പോട്ടെ. ജനറലിന്റെ അടിയിൽ അത് 0 വരുന്ന ഭാഗം അടുത്ത് ഡിലീറ്റ് ചെയ്യും. അല്ല ഒന്നും ആക്കില്ല, ഒന്നും ചെയ്യില്ല. ഓക്കെ, ഇനി അതിൽ 0 എടുത്തിട്ട് ഒഴിവാക്കണം. ആദ്യം സ്പേസ് ഒഴിവാക്കണം. അപ്പൊ അത് റീപ്ലേസ് കൊടുക്ക്. കൺട്രോൾ എഫ് അടിച്ചു കഴിഞ്ഞാൽ, കൺട്രോൾ എഫ് അടിച്ച ഓക്കെ, റീപ്ലൈന്റെ അപ്പുറം ഫൈൻഡിന്റെ അപ്പുറം റീപ്ലേസ്. ഫൈൻഡിന്റെ അപ്പുറം റീപ്ലേസ്. ഫൈൻഡിന്റെ അപ്പുറം റീപ്ലേസ്. അവിടെ ടൈപ്പ് ചെയ്യാൻ ഫൈൻഡ് കഴിഞ്ഞിട്ട് എന്താണ് കാണുന്നത്? അവിടെ ക്ലിക്ക് ചെയ്യും. ഓക്കെ, ഫൈൻഡ് വാട്ട് അവിടെ സ്പേസ് ഇട്ടേക്ക്. അവിടെ സ്പേസ് ഇടും, ജസ്റ്റ് സ്പേസ് ഇട്. ആ മതി. ഇനി റീപ്ലേസ് ഓൾ കൊടുക്ക്. 2 സ്പേസ് ഇട്ടോ അവിടെ 2 സ്പേസ് ഇട്ടെന്ന് തോന്നുന്നു. ഒറ്റ സ്പേസ് ഇട്. ഇനി റീപ്ലേസ് ഓൾ കൊടുക്ക്. ഓക്കെ, അപ്പൊ അതെല്ലാം റീപ്ലേസ്ഡ് ആയി. ഓക്കെ, കോൺ കൊടുക്ക്, CO കണക്ട്. ഓക്കെ, അത് ക്ലിക്ക് ചെയ്യും. എന്നിട്ട് കൺട്രോൾ പിടിക്ക്. കൺട്രോൾ പിടിച്ചിട്ട് 971 ക്ലിക്ക് ചെയ്യും. ഓക്കെ, എന്നിട്ട് കൺട്രോൾ പിടിച്ചിട്ട് അതും ക്ലിക്ക് ചെയ്യും. ഓക്കെ, അല്ല താഴത്ത് 1 ക്ലിക്ക് ചെയ്യും. ഓക്കെ, എന്നിട്ട് എൻ്റർ ചെയ്യും. ജസ്റ്റ് എൻ്റർ. ഓക്കെ, ഇപ്പൊ ഇനി 97 ഇനി അതങ്ങനെ തന്നെ ക്ലിക്ക് ചെയ്ത് വിളിച്ചു ഓരോന്ന് അതിന്റെ എൻഡില് നമ്പേഴ്സിന്റെ റൈറ്റ് സൈഡില് മറ്റേ അവിടെ ക്ലിക്ക് ചെയ്ത് വിളിച്ചേ. മതി അവിടെ നോക്കട്ടെ. ഇപ്പൊ എന്താ കറക്റ്റ് ആയിട്ട് കിട്ടിയില്ലേ? എല്ലാത്തിന്റെ 971 വന്നു. കറക്റ്റ് അല്ലേ? ഓക്കെ, ഇനി കൺട്രോൾ C അടിക്കും.
എന്നിട്ട് അത് പിന്നെ ടെക്സ്റ്റിലേക്ക് എടുത്ത് കോപ്പി ചെയ്തിടുക. അല്ല, ഇനി അത് ഒരു പുതിയ പേജിലേക്ക് ഇട്, പുതിയ പേജിലേക്ക് ഇട്. കൺട്രോൾ ന്യൂല്. ഷീറ്റ് അല്ല, ഷീറ്റില്ല, വേറെ ഇട്ടോ. അതിലിട്ടോ, കുഴപ്പമില്ല. എന്നിട്ട് പേസ്റ്റ് ചെയ്തിട്ട് അപ്പൊ അതങ്ങനെ അതിന്റെ കോഡോട് കൂടിയിട്ടാണ് വരുന്നത്. അപ്പൊ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാല് ഡിലീറ്റ് ചെയ്യാം. അത് ഡിലീറ്റ് ചെയ്യും. ഓക്കെ, ഇനി ടെക്സ്റ്റ് ഒന്ന് അടിക്കുക. താഴത്തുള്ള നോട്ട് പാഡ് എടുക്കുക. നോട്ട് പാഡ് എടുക്കുക. നോട്ട് പാഡ് സെർച്ച് നിലനിർത്തി നോട്ട് പാഡ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സെർച്ച് നിലനിർത്തി നോട്ട് പാഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൽ പേസ്റ്റ് ചെയ്യാം. കൺട്രോൾ വി അടി. സെലക്ട് ആയിട്ടില്ല. അപ്പൊ ഒന്നുകൂടി ചെയ്തത് ആ ഫുൾ എടുക്കണ്ട, സ്പേസ് അടക്കയിലേക്ക് വരും. അത് മാത്രം സെലക്ട് ചെയ്യും. അത് മാത്രം സെലക്ട് ചെയ്യും. നമ്പേഴ്സ് മാത്രം സെലക്ട് ചെയ്യും. നമ്പേഴ്സ് മാത്രം. കൺട്രോൾ സി. അതിലല്ല നോട്ട് പാഡില് ഓക്കെ. ഇനി അത് വീണ്ടും സെലക്ട് ചെയ്യും. കൺട്രോൾ സി അടി. ഇതിപ്പോ അവരുടെ എല്ലാം നമ്പേഴ്സുകൾ കിട്ടി. കൺട്രോൾ സി അടി. ഓക്കെ, ഇനി കൺട്രോൾ സി അടി. അതിനെ വീണ്ടും ഇതിലേക്ക് പേസ്റ്റ് ചെയ്യും. നീ ഇപ്പുറം കൊണ്ട് പേസ്റ്റ് ചെയ്യും. ഏത് എക്സലോ? പേസ്റ്റ് ചെയ്യും. ഓക്കെ, അതിലിപ്പം അത് അവിടെ ജനറൽ എന്നുള്ളിടത്തിൽ നമ്പേഴ്സ് ആക്കുക. ജനറൽ എന്നുള്ളിടത്തിൽ നമ്പേഴ്സ് ആക്കുക. മേലോട്ട് പറ്റുക. ഓക്കെ, അവിടെ നമ്പേഴ്സ് ആക്കുക. ഓക്കെ, പിന്നെ ആ റൈറ്റ് സൈഡിൽ 2 0 വേണം. അതിന്റെ അടിയിൽ അതാ 2 0 കട്ട് ചെയ്യണം. അടുത്ത് ഒഴിവാക്കുക. ഒന്നും കൂടിയോ. ഓക്കെ, ഇതിപ്പോ എല്ലാം ഇവരുടെ മൊബൈൽ നമ്പർ, ലാൻഡ് ലൈൻ നമ്പറും എല്ലാം ഉള്ളത്. കുഴപ്പമില്ല. ഇനി അതിൽ ഡിലീറ്റ് ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ തന്നെ സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്യും. എന്റെ നമ്മൾ ക്ലിക്ക് ചെയ്യും. ഇത് അതില് പോട്ടെ. അതില് സ്റ്റൈൽ, കോളം സ്റ്റൈല്, ഡിലീറ്റ്, ഫോർമാറ്റ്, ഇൻസേർട്ട് എടുത്ത് ഫോർമാറ്റ് ടാബിന്റെ അവിടെ ക്ലിക്ക് ചെയ്ത ടാബിന്റെ അവിടെ കേസറിന്റെ അവിടെ ക്ലിക്ക് ചെയ്യും. അതല്ല. ഓക്കെ, ഇൻസേർട്ട് എടുത്ത് അല്ല ഇൻസേർട്ട് ഡാറ്റ എടുക്ക്. ഡാറ്റ. ഓക്കെ, അവിടെ റൈറ്റ് സൈഡിൽ പോട്ടെ. ടെക്സ്റ്റ് കോളം ടെക്സ്റ്റ് കോളം ക്ലിക്ക് ചെയ്യല്ല, ഞാൻ പറയുന്നിടത്ത് ക്ലിക്ക് ചെയ്യും. ഇനി ഫിനിഷ് ഒന്നായില്ല, ക്ലോസ് ചെയ്ത് ടെക്സ്റ്റ് കോളത്തിന്റെ അടിയിൽ എന്താ ഉള്ളത്? അവിടെ മൗസ് വെക്കുമ്പോൾ തന്നെ ഡീറ്റെയിൽസ് പറയാം. അതിന്റെ മേലെ എന്താ ഉള്ളത്? അതിന്റെ കുറച്ച് മേലെ അവിടെ അതിന്റെ മൗസ് വെക്കുക. അപ്പൊ എന്താ പറയുന്നുണ്ട്? അല്ല, അതിന്റെ റൈറ്റ് സൈഡില് അതിന്റെ അവിടെ അതിന്റെ താഴത്തെടുത്ത് ഓക്കെ, ക്ലിക്ക് ചെയ്യും. അത് ക്ലിക്ക് ചെയ്ത റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ് ക്ലിക്ക് ചെയ്യും. ഓക്കെ, അപ്പൊ അതെല്ലാം റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ് എല്ലാം ഡിലീറ്റ് ആവും. ഓക്കെ, ക്ലിക്ക് ചെയ്യാം. ഇപ്പൊ എത്ര കാര്യങ്ങളേ ഉള്ളൂ. നമ്പർ 21 നമ്പേഴ്സേ ഉള്ളൂ. ബാക്കിയെല്ലാം സെയിം നമ്പേഴ്സ് ആണ്. ഓക്കെ കൊടുക്കാം. ഇനി അത് സെലക്ട് ചെയ്യും. എന്നിട്ട് കൺട്രോൾ സി അടിക്കാം. ഇപ്പൊ ഇത്രയും നമ്പറിലേക്കാണ് അയക്കേണ്ടത്. ഇനി എന്താ, ഇനി മറ്റേ ഡെസ്ക്ടോപ്പിലേക്ക് പോവാം. വിൻഡോസ് എം അടിച്ചു കഴിഞ്ഞാൽ ഡെസ്ക്ടോപ്പ് ആവും. വിൻഡോസ് എം അടിച്ചു കഴിഞ്ഞാൽ ഡെസ്ക്ടോപ്പിലേക്ക് വരും. ഇനി ആർ ബി ടൂൾ എടുക്കാം. RB ടൂൾ മേലോട്ട് WS എന്നുള്ളത്. ഓക്കെ, എന്നിട്ട് ഇമ്പോർട്ട് എടുക്കുക. ഇമ്പോർട്ട് ഓക്കെ,
import from file manual import കൊടുക്കുക. ക്ലിക്ക് ചെയ്യല്ല, ഞാൻ പറഞ്ഞെടുത്ത് ചെയ്യും. ഇമ്പോർട്ട് ഫ്രം മാനുവൽ കൊടുക്കുക. ഓക്കെ, എന്നിട്ട് അതങ്ങ് പേസ്റ്റ് ചെയ്തിട്ട് അവിടെ. ഓക്കെ, ഇനി ഇമ്പോർട്ട് കൊടുക്കുക. എന്നിട്ട് അവിടെ ടൈപ്പ് ചെയ്യും, ഹായ് ഐ നീഡ് ടു ഡു ദ അൾട്രോ പ്ലേറ്റിംഗ് ഫോർ സാധനങ്ങളും ഉണ്ട്. Golden color, we have the sample ready to do. Please make it urgent. Give me the best price and SS അല്ലേ? stainless steel 5 mm. ഓക്കെ, അതിന്റെ ഫയലുകള് ഇവിടെ അറ്റാച്ച് ചെയ്യണോ അതോ? ബ്രഷ് ഫിനിഷ് ഏതായിരുന്നു? ബ്രഷ് ഫിനിഷ് 3 കളറുകളുണ്ട്. ബ്രഷ് ഫിനിഷ് അല്ലേ? ഓക്കെ, എന്നിട്ട് അതിലെന്താക്ക് അറ്റാച്ച് ഫോട്ടോസ്. അറ്റാച്ച് ഫോട്ടോസ് എടുക്കും. ഞാൻ ഫോട്ടോസ് അയച്ചിട്ടുണ്ട്. അറ്റാച്ച് ഫോട്ടോസ് എടുക്കും. അറ്റാച്ച് ഫയൽ ഓർ ഫോട്ടോസ് എടുക്കും. അല്ല, ആദ്യം അത് ഡൗൺലോഡ് ചെയ്യണ്ടേ? അതിന്റെ കാര്യങ്ങളൊക്കെ അതിൽ കറക്റ്റ് ടൈപ്പ് ചെയ്യും ഫസ്റ്റില്. പിന്നെ അത് ലാപ്ടോപ്പ് ഓഫീസില് ഡൗൺലോഡ് ചെയ്യും. മറ്റേതും ഡൗൺലോഡ് ചെയ്യും, ഇമേജ്. ഓക്കെ, ഡീറ്റെയിൽ ഒക്കെ പ്രോപ്പർ ആയിട്ട് ടൈപ്പ് ചെയ്യും അതില്. ഡീറ്റെയിൽസ് പ്രോപ്പർ ആയിട്ട് ടൈപ്പ് ചെയ്യുന്നേ. I need to do the ultra plating. Please check the size and file. Okay, I need very urgent. എന്തിനാ ഏറെ കൊടുക്കുക? മതി. I need to do the ultra plating 5 mm. Please check the file and give me the very good best price. I need urgently. Type ചെയ്തോട്. All sample is with us, Nora. നമ്മളാണ് മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യുന്നത്. എന്തിനാ all sample with us, Nora? Only ultra plating എല്ലാം ഉണ്ട്. ഓക്കെ, ഇനി അറ്റാച്ച് ഫയൽ അറ്റാച്ച് ചെയ്യും. ആഡ് ഫോട്ടോസ്. Add photos and files. Okay, click ചെയ്യും. ഡൗൺലോഡില് അങ്ങ് ഏറ്റവും മേലെ ഉണ്ടാവും ഡൗൺലോഡ്. ഏറ്റവും മേലെ കേസർ മേലോട്ടൊക്കെ ആയിട്ട്. ഓക്കെ, അവിടെ ഡൗൺലോഡ്. ഓക്കെ, അത് രണ്ടും സെലക്ട് ചെയ്യും. ഓക്കെ, ഓപ്പൺ കൊടുക്കും. ഓക്കെ, ഇനി എന്താക്കും? സെൻഡ് കൊടുക്കും. ഓക്കെ, ക്ലോസ് കൊടുക്കും. ഇനി എന്താക്കും? സെൻഡ് നൗ കൊടുക്കും. ഇനി എന്റെ മൊബൈലില് വീണ്ടും എന്താക്കുക? അത് ബാർകോഡ് സ്കാൻ ചെയ്യും. അതില് QR കോഡ് സ്കാൻ ചെയ്യും. ഓക്കെ, എന്നിട്ട് സ്കാൻ ചെയ്താ സ്കാൻ ചെയ്യും. ഇനി എന്താ എത്ര ടൈം അതിന്? ഓക്കെ, ഇപ്പൊ അതിനൊന്നും റെസ്പോൺസ് കൊടുക്കില്ല. ഓക്കെ,
ഇനി അതിലേക്ക് ഇതിന്റെ മറ്റേ പേജിലേക്ക് ഉണ്ടാവാ, ഇനി ആ പേജിലേക്ക് ഉണ്ടാവാ. എക്സലിലോട്ടോ? എക്സൽ അല്ല, അവർ ഇതിന്റെ പേജിലേക്ക് ഉണ്ടാവാ. ഓക്കെ, അതിലിപ്പോ ഫസ്റ്റിൽ ഓരോന്നോരോ കണ്ടില്ലേ, അങ്ങനെ എന്നെ എന്നുള്ളത് ആ നമ്പറിലേക്ക് സെൻഡ് ആയിട്ടുണ്ട്. അതൊക്കെ ലാൻഡ് ലൈൻ നമ്പറുകളൊക്കെ, ചിലപ്പോ അതിലൊക്കെ വാട്സപ്പുകൾ ഉണ്ടാവും. അപ്പൊ അത് അവിടെ ബ്ലോക്ക് ആയിട്ട് അവിടെ കിടക്കും. അല്ലെങ്കിൽ മൊബൈൽ നമ്പർ മാത്രം സെർച്ച് ചെയ്തിട്ട് വേണമെങ്കിൽ അതും എടുക്കാൻ പറ്റും. അതെങ്ങനെ ഞാൻ പറഞ്ഞുതരാം. അത് ജസ്റ്റ് അതിലേക്ക് വീണ്ടും ഇതിലേക്ക് തന്നെ വാ, എക്സലിലേക്ക് വാ. അതിങ്ങനെ സെൻഡ് ആകുന്നുണ്ട്. ഇപ്പൊ അതിനൊന്നും റെസ്പോൺസ് കൊടുക്കില്ല കേട്ടാ. ഇനി ഇതിന്റെ വെറും മൊബൈൽ നമ്പർ മാത്രം കൊടുക്കണം. കൺട്രോൾ ഫൈൻഡ് കൊടുക്കുക, കൺട്രോൾ എഫ് ഡി. എന്നിട്ട് അവിടെ 9715 ആണ് മെയിൻ മൊബൈൽ നമ്പർ വരിക. പഠിച്ചു കൊടുക്കുക 9715. ഓക്കെ, എന്നിട്ട് ഫൈൻഡ് ഓൾ കൊടുക്കുക. എന്നിട്ട് അതാവും സെലക്ട് ചെയ്യും. കൺട്രോളോട് താഴത്ത് ഫൈൻഡ് ഓൾ കൊടുക്കുക. താഴത്ത് പിന്നെ അവിടെ കൺട്രോൾ എ എന്ന് കൊടുത്തുവിട്. കൺട്രോൾ എ, സെലക്ട് ഓൾ, കൺട്രോൾ എ. കൺട്രോൾ എ അടിക്കുന്നത്. ആ ഓക്കെ, ഇനി എന്താക്ക്, ഇനി ആ ക്ലോസ് ചെയ്യും. ഓക്കെ, ഇനി കൺട്രോൾ സി അടിക്കുക. ഓക്കെ, ഇനി അടുത്ത ഷീറ്റ് നമ്പർ 3ലേക്ക് ഇട്, അഡീഷണൽ ഷീറ്റ് ഇട്. ഓക്കെ, ഇനി കൺട്രോൾ പേസ്റ്റ് അടിക്കുക. അപ്പൊ ഇതെന്തായി, ഇത് ഓൺലി മൊബൈൽ നമ്പർ മാത്രം കിട്ടി. മനസ്സിലായില്ല? ഓക്കെ, ഇനി വേണ്ട ഇനി മെയിൽ ഐ ഡി എടുക്കുക. ഷീറ്റ് 1ലേക്ക് വാ. ഓക്കെ, എന്റെ ഫസ്റ്റ് പേജ് എടുക്കുക. എ സെലക്ട് ചെയ്യും. കൺട്രോൾ കോപ്പി അടിക്കുക. കൺട്രോൾ സി അടിക്കുക. ഇനി പ്ലസ്, അഡീഷണൽ പ്ലസിലേക്ക് പോവാം. ഓക്കെ, അതിലേക്ക് പേസ്റ്റ് ചെയ്യും. എന്നിട്ട് ഇതിലും ഡബിൾ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഈ ഡബിൾ ഈ VXXS 19 അതിലുണ്ടല്ലോ, അതെല്ലാം ഇതൊക്കെ ഫേക്ക് ഐഡികൾ. അതങ്ങ് ഡിലീറ്റ് ചെയ്താളാ. മറ്റേതുപോലെ ചെയ്താൽ മതിയോ? താഴത്ത് ഞാൻ പറയാൻ പോലെ ചെയ്യും. 19 തൊട്ടിട്ട് ബാക്കിയുള്ള ഭാഗങ്ങളുണ്ടല്ലോ, അത് ഡിലീറ്റ് ചെയ്താളാ. 19 തൊട്ട് ബാക്കിയുള്ളതെന്ന് വെച്ചാൽ മൊത്തമല്ല, പറയുന്നനുസരിച്ച് ഡിലീറ്റ്. അത്രയല്ലേ? അത്ര ഡിലീറ്റ്. ഷിഫ്റ്റ് അപ്പ മേലേക്ക് വേണ്ടത്, ആ കോളം വേണ്ട. ഡിലീറ്റ് കോളം തന്നെ അടിക്കുക. ഡിലീറ്റ്. ഓക്കെ, ഇനി അത് വീണ്ടും അതിന്റെ മേലെ ക്ലിക്ക് ചെയ്യത്, എന്റെ മേലെ ക്ലിക്ക് ചെയ്യും. എന്റെ മേലെ ക്ലിക്ക് ചെയ്യും. അഫ്സല. ഓക്കെ, ഇനി അതില് നേരത്തെ പറഞ്ഞതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഇത് ചെയ്യത് റൈറ്റ് സൈഡ് റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ്. എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്? മേലെ റൈറ്റ് സൈഡില്, അതിന്റെ താഴത്ത് റൈറ്റ് സൈഡില് നേരത്തെ നീ ചെയ്ത കാര്യമാണ്. റൈറ്റ് സൈഡില് ഓട്ടെ ലെഫ്റ്റ്, കുറച്ച് ലെഫ്റ്റ്, എന്റെ മേലെ ലെഫ്റ്റ്. ഓക്കെ, അതിന്റെ മേലെ, അതിന്റെ താഴത്ത് റൈറ്റ് സൈഡില്, അതിന്റെ രണ്ടാമത്തെ, അതന്നെ അതിന്റെ മേലെ, അതിന്റെ മേലെ, അതെ അതിന്റെ മേലെ, അതന്നെ. ഓക്കെ, അപ്പൊ അതിലുള്ള ഇതായിട്ടുള്ള ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള അതും ഡിലീറ്റഡ് ആയി. ഓക്കെ, ഇനി അത് സെലക്ട് ചെയ്യും. ഒന്നിട്ടിട്ട് സെലക്ട് ചെയ്യും. കോപ്പി കൊടുക്കുക. ഓക്കെ, ഇനി എന്റെ മെയിൽ എടുക്കുക. അത് വാട്സപ്പിലേക്ക് ഇടും. നിന്റെ മെയിൽ ഏതാണ്? അഫ്സല അപ്റ്റേക്ക് എന്നുള്ള ഇതെടുക്കുക. പേജ് ആയിട്ടാണല്ലോ ക്ലോസ്. പേജ് ആയിട്ടില്ല, ഉണ്ട് ടെക്സ്റ്റ് ആയിട്ടാണ് വേണ്ടത്. ക്ലോസ് ചെയ്യും. ഒരു കാര്യം ചെയ്യും, മെയിൽ ഐ ഡിയിലേക്ക് മെയിലിലേക്ക് വാ. നിന്റെ ഔട്ട്ലുക്ക് മെയിൽ ഐ ഡികള് നിന്റെ മറ്റേ കമ്പ്യൂട്ടർ ഓൺ ആക്കിയിട്ടില്ല അല്ലെ? ഔട്ട്ലുക്കിലേക്ക് വന്നാലേ കോപ്പി
ഔട്ട്ലുക്കിലേക്ക് വാ. ഔട്ട്ലുക്കിലേക്ക് വാ. അവിടെ ക്ലിക്ക് ചെയ്യും. CCന്റെ മേലെ ക്ലിക്ക് ചെയ്യും. CCന്റെ മേലെ ക്ലിക്ക് ചെയ്യും. അപ്പൊ അവിടെ വരുന്ന BCC എന്ന് പറഞ്ഞ സാധനം ഏറ്റവും അടിയിൽ കണ്ട, ഏറ്റവും അടിയില്. ഇതാവുമ്പോ അത് അവിടെ പേസ്റ്റ് ചെയ്യും. ഇപ്പൊ ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താ അറിയാ, ഇത് മെയില് വേറെ ഈ BCC ഉള്ളതെന്ന് വെച്ചാൽ ഓരോരുത്തർക്കും മെയില് മാത്രമേ കിട്ടും, മറ്റേ വേറെ ആരും കിട്ടൂല. അവർ കാണാം മറ്റേ ഇത് മാത്രമേ ഡിസ്പ്ലേ കാണും. ഓക്കെ കൊടുക്ക്, പറഞ്ഞാൽ മനസ്സിലായിക്കാ. ഓക്കെ, ഇനി എന്താക്കി, ഇനി സെൻഡ് ചെയ്ത് കൊടുക്കും. സെൻഡ് കൊടുത്തോട്ടു. 97 മൊബൈലിനുള്ള ഇടത്തിൽ ഇതിന്റെ നമ്പർ കൊടുക്കും താഴത്ത്. അൾട്രാ പ്ലേറ്റിംഗ് പ്രൈസ് നീഡ് എന്ന് പറ. എന്തിനാ അൾട്രാ പ്ലേറ്റിംഗ് പ്രൈസ് നീഡ് ഇട്ടാ മതി. അതിന്റെ മേലെ പ്ലസ് സ്പേസ് പ്രൈസ് നീഡ്. ഓക്കെ, ഇനി അത് അയച്ചു കൊടുക്കുക, സെൻഡ് കൊടുക്കുക. നമ്പർ മാറ്റിയിട്ടില്ല അല്ലെ, ഇനി എല്ലാം എന്നെ വിളിച്ചോണ്ടിരിക്കുള്ളൂ. എന്തെങ്കിലും ആട്ടെ, ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്, മനസ്സിലായോ? ഞാൻ ഇതെല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. റെക്കോർഡ് ചെയ്തിട്ടില്ല ഇതൊന്നും. ഈ ബഹളം വെച്ചത് ഇത് ഞാൻ 1-2 വട്ടം ചെയ്തു.